ഹായ് എല്ലാവർക്കും നമസ്കാരം. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ഡാൻഡാൻ എന്ന ആനിമി സീരീസിന്റെ സീസൺ 2 എപ്പിസോഡ് 2 ആണ്. സോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. എപ്പിസോഡിന്റെ സ്റ്റാർട്ടിങ്ങിൽ ഒക്കാറൂൺ ജിജി അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നു. ജിജി അവനെ കൊണ്ട് പറ്റുന്നത് പോലെ ഒക്കാറൂനെ തടയാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഒക്കാറൂൺ സ്വയം മുറിവേൽപ്പിക്കാൻ ശ്രമിക്കുന്നു. ഇത് കണ്ട് ജിജി അവനെ തടയുന്നുണ്ട്. അപ്പോൾ ഒക്കാറൂൺ ജിജിയെ തള്ളി മാറ്റി ഒരു കത്തിയെടുത്ത് സ്വന്തം ശരീരത്തിൽ കുത്താൻ ശ്രമിക്കുന്നു. ഇത് കണ്ട് ജിജി അവനെ തടയാൻ ശ്രമിക്കുന്നു. അപ്പൊ അവിടെ സൂചിനോക്കോ വരുന്നു. ഇത് കണ്ട് ജിജി അവിടെ ഉണ്ടായിരുന്ന ഒരു ഗ്ലാസ് എടുത്ത് ഒരു സ്ഥലത്ത് എറിയുന്നു. പെട്ടെന്ന് സൂചിനോക്കോ ആ സ്ഥലത്ത് അറ്റാക്ക് ചെയ്യുന്നു. ഇത് കണ്ടതും ജിജിക്ക് മനസ്സിലാകുന്നു സുചിനോക്കോ സൗണ്ട് കേട്ടാണ് അറ്റാക്ക് ചെയ്യുന്നത്. അപ്പോൾ മോമോ എന്തോ ശബ്ദം ഉണ്ടാക്കുന്നുണ്ട്. ബട്ട് സുചിനോക്കോ മോമോ അറ്റാക്ക് ചെയ്യുന്നില്ല. ഇതിന് കാരണം സുചിനോക്കോ സൗണ്ട് കൊണ്ടുണ്ടാകുന്ന വൈബ്രേഷനാണ് ഫോളോ ചെയ്യുന്നത്. ഒക്കാറൂൺ വീണ്ടും തന്റെ ശരീരം വേദനിപ്പിക്കാൻ ശ്രമിക്കുന്നു. ഇത് കണ്ട് ജിജി വീണ്ടും അവനെ തടയുന്നു. അപ്പോൾ ഒക്കാറൂൺ ജിജിയോട് പറയുന്നു, എന്നെ മരിക്കാൻ അനുവദിക്ക്. ഇത് കേട്ടപ്പോൾ ജിജി ഷോക്കാവുന്നു. കാരണം ജിജിയുടെ പേരൻസും ഇതുപോലെ സൂയിസൈഡ് ചെയ്യാൻ ശ്രമിച്ചിരുന്നു. അപ്പൊ ജിജിയാണ് അവരെ രക്ഷിച്ചത്. അപ്പൊ അവരും തന്നെ മരിക്കാൻ അനുവദിക്കണം എന്നാണ് പറഞ്ഞത്. ഇങ്ങനെയിരിക്കെ മോമോ ഒരു പൊട്ടിയ ഗ്ലാസ് എടുത്ത് ശരീരത്തിൽ കുത്താൻ ശ്രമിക്കുന്നു. ബട്ട് അത് കൊണ്ടത് ടർബോ ഗ്രാനിക്കാണ്. ഇത് കണ്ട് ഗ്രാനി ജിജിയോട് അവരെ രണ്ടുപേരെയും കെട്ടിയിടാൻ പറയുന്നു. പെട്ടെന്ന് ജിജിയും അവരെ കെട്ടിയിടുന്നു. ദെൻ ജിജി ചോദിക്കുന്നു, ഇവർ എന്തുകൊണ്ടാണ് ഇങ്ങനെ ആക്ട് ചെയ്യുന്നത്? ഇത് കേട്ട് ഗ്രാനി, ഇതിന് കാരണം ആ സുചിനോക്കാണ്. അതിന്റെ സൈക്കിക് വേവ്സ് ആണ്. ഈ സൈക്കിക് വേവ്സ് പുറത്തു വിട്ട് വീട്ടിലുള്ളവരെ പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയാണ് സുചിനോക്കോ ശ്രമിക്കുന്നത്. ഇത് കേട്ട് ജിജിക്ക് മനസ്സിലാകുന്നു ഇത് കാരണമാണ് ജിജിയുടെ പാരന്റ്സ് സൂയിസൈഡ് ചെയ്യാൻ ശ്രമിച്ചത്. ബട്ട് ഇത് എന്തുകൊണ്ട് ജിജിയെ എഫക്ട് ചെയ്തില്ല? ഇത് കേട്ട് ഗ്രാനി, നിനക്കത് ഇതുവരെ മനസ്സിലായില്ലേ എന്ന് പറഞ്ഞു വരുമ്പോൾ പെട്ടെന്ന് മോമോ തന്റെ പവർ ഉപയോഗിച്ച് ജിജിയെ അറ്റാക്ക് ചെയ്യുന്നു. ഇത് കാരണം ജിജിക്ക് നല്ല രീതിക്ക് പരിക്ക് പറ്റുന്നുണ്ട്. ഈ ശബ്ദം കേട്ട് സുചിനോക്കോ അവരെ കണ്ടുപിടിക്കുന്നു. ജിജി അവരെയും എടുത്ത് വീട്ടിന് വെളിയിൽ വരുന്നു. എന്നിട്ട് അവരോട് എഴുന്നേൽക്കാൻ പറയുന്നു. പെട്ടെന്ന് ജിജി നോക്കുമ്പോൾ അവരുടെയും സുചിനോക്കയുടെയും ഇടയിൽ ജിജി മുമ്പ് കണ്ടിട്ടുള്ള സ്പിരിറ്റ് വരുന്നു. ഇതേ സമയം മോമോക്കും ഒക്കാറൂനും ബോധം വരുന്നു. ആ സ്പിരിറ്റിനെ കണ്ട് അവർ ചോദിക്കുന്നു, ഈ സ്പിരിറ്റ് ആരാണ്? ഇത് കണ്ട് ടർബോ ഗ്രാനി പറയുന്നു, അതിന്റെ കണ്ണുകളിൽ നോക്കരുത്. അതിന്റെ പേര് ഈവിൽ ഐ എന്നാണ്. അതിനെ നോക്കുന്ന എല്ലാവർക്കും സൂയിസൈഡ് ചെയ്യാൻ തോന്നും. ഇത് കേട്ട് മോമോ ചോദിക്കുന്നു, എന്ത് സൂയിസൈഡ് ചെയ്യാൻ തോന്നുമെന്നോ? അപ്പൊ ഇതും സുചിനോക്കയുടെ പവറും സെയിം ആണോ? ഇത് കേട്ട് ഗ്രാനി, അതെ, ഇപ്പോൾ രണ്ടുപേരും അവരവരുടെ പവർ ക്യാൻസൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് അതിൽ നിന്ന് പുറത്തു വരാൻ സാധിച്ചത്. ഇപ്പൊ മോമോ ഒക്കാറൂനോട് ഈ കളി അവസാനിപ്പിക്കാൻ പറയുന്നു. ഒക്കാറൂൺ ടർബോ ഗ്രാനിയായി മാറി തന്റെ ഫുൾ ത്രോട്ടൽ ഉപയോഗിച്ച് സുചിനോക്കയുടെ തല വെട്ടിക്കളയുന്നു. ബട്ട് അതുകൊണ്ടും തീർന്നില്ല. സുചിനോക്കയുടെ ഹെഡ് വീണ്ടും റീജനറേറ്റ് ആകുന്നു. ദെൻ സുചിനോക്കോ അവർ അറ്റാക്ക് ചെയ്യുന്നു. ഇങ്ങനെ എല്ലാവരും ഓടുമ്പോൾ ഈവിൽ ഐ വന്ന് ജിജിയുടെ കണ്ണിൽ നോക്കുന്നു. അതിനുശേഷം ഈവിലയുടെ ബാക്ക് സ്റ്റോറിയാണ് കാണിക്കുന്നത്. ഒരു സ്ഥലത്ത് കുട്ടികൾ വളരെ സന്തോഷത്തിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ കുറച്ചു മാറി ഒരു റൂമിൽ നിന്ന് ഒരു കുട്ടി ഇതൊക്കെ നോക്കുന്നുണ്ട്. അവനും അവരോടൊപ്പം കളിക്കാൻ ആഗ്രഹമുണ്ട്. ബട്ട് അവൻ തനിച്ചാണ്. ആൻഡ് ഭക്ഷണവും വെള്ളവും ഇല്ലാത്തതിനെ തുടർന്ന് ആ കുട്ടി വളരെ അവശനായിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത സീനിൽ ആ കുട്ടിയെ അഗ്നിപർവ്വതത്തിന്റെ മുമ്പിൽ ബലി കൊടുക്കാൻ നിർത്തിയിരിക്കുകയാണ്. ഇതൊക്കെ ചെയ്യുന്നത് കീറ്റോ ഫാമിലിയാണ്. ആ അഗ്നിപർവ്വതത്തിന്റെ തീ കാരണം ആ കുട്ടി അവിടെ നിന്ന് കത്തിപ്പോവുകയാണ്. അപ്പൊ ആ കുട്ടി മനസ്സിൽ പറയുന്നുണ്ട്, എനിക്കാകെ ഒരാഗ്രഹമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം എനിക്ക് ബാക്കിയുള്ള കുട്ടികളോടൊപ്പം കളിക്കണം. അടുത്ത ദിവസം ആ കുട്ടിയുടെ കത്തിയ ശരീരം കാക്കകൾ വന്ന് കഴിക്കുന്നു. ബട്ട് അപ്പോഴും ആ കുട്ടിക്ക് ജീവനുണ്ടായിരുന്നു. ദെൻ കുറച്ചു സമയത്തിന് ശേഷം ആ കുട്ടി ആത്മാവായി വെളിയിൽ വരുന്നു. അപ്പോ അവൻ ഒരു ഫാമിലിയെ കാണുന്നു. ആ ഫാമിലിയിലെ ഒരു കുട്ടിക്ക് അവനെ കാണാൻ സാധിക്കുന്നുണ്ട്. കുറച്ചു ദിവസത്തിന് ശേഷം ആ കുട്ടിയുടെ പാരന്റ്സ് സൂയിസൈഡ് ചെയ്യുന്നു. അങ്ങനെ കുറച്ചു വർഷത്തിന് ശേഷം വേറൊരു ഫാമിലിയെ കാണുന്നു. അതിലെ കുട്ടിയും അവനെ കാണുന്നു. കുറച്ചു ദിവസത്തിന് ശേഷം ആ കുട്ടിയുടെ പാരന്റ്സും സൂയിസൈഡ് ചെയ്യുന്നു. അടുത്ത ഫാമിലിയിലെ കുട്ടിക്കും അവനെ കാണാൻ സാധിക്കുന്നുണ്ട്. ആ കുട്ടി തന്റെ പാരന്റ്സിനോട് പറയുന്നുണ്ട്, അച്ഛാ, ഇവിടെ ഗോസ്റ്റ് ഉണ്ടെന്ന് തോന്നുന്നു. ഇത് കണ്ട് സ്പിരിറ്റ് ചിരിച്ച് അവനെ നോക്കി ഞാൻ കുഴപ്പക്കാരനല്ലെന്ന രീതിയിൽ ഡാൻസ് കളിക്കുന്നുണ്ട്. കുറച്ചു ദിവസത്തിന് ശേഷം ആ കുട്ടിയുടെ പാരന്റ്സും മരണപ്പെടുന്നു. ഇതിനുശേഷം ആ സ്പിരിറ്റ് വീട്ടിനടിയിലുള്ള എന്തോ ആണ് ഇതിന് കാരണമെന്ന് നോട്ടീസ് ചെയ്യുന്നു. ആ വീട് കീറ്റോ ഫാമിലിയുടെ ആയിരുന്നു. എന്ന് വെച്ചാൽ ഇപ്പൊ ജിജി താമസിക്കുന്ന വീട്. കീറ്റോ ഫാമിലിയിലുള്ളവർ ഇനി ഈ കുട്ടിയെ എന്ത് ചെയ്യുമെന്ന് ആലോചിക്കുന്നു. അവസാനം അവരുടെ ഹെഡ് ആ കുട്ടിയെ ബലി നൽകാൻ തീരുമാനിക്കുന്നു. ദെൻ അവർ ആ വീട് ഇടിച്ചു പൊളിച്ച് മണ്ണിനടിയിൽ താഴ്ത്തുന്നു. ഇവർ എല്ലാ വീടുകളും ഇങ്ങനെയാണ് ചെയ്യാറുള്ളത്. അതുകൊണ്ടാണ് ജിജിയുടെ വീട് ഏറ്റവും മുകളിലുള്ളത്. അവർ ആ കുട്ടിയെ വീടിനോട് ചേർന്ന് കൊല്ലാൻ ശ്രമിക്കുന്നു. ഈവിൽ ഐ ആ കുട്ടിയെ രക്ഷിക്കാൻ തന്നാലാവും വിധം ശ്രമിക്കുന്നുണ്ട്. ബട്ട് അവനെ കൊണ്ടൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. അന്ന് ഈവിൽ ഐ ഒരു ശബ്ദം എടുക്കുന്നു, ഞാൻ അവരെ ആരെയും വെറുതെ വിടില്ല. അവിടെ വെച്ച് ഈവിൽ ഐ ഒരു സ്പിരിറ്റിൽ നിന്ന് ഗോസ്റ്റ് ആയി മാറുന്നു. പെട്ടെന്ന് ജിജി കണ്ണു തുറക്കുന്നു.
മോമോ ഈവിലയെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നു. അപ്പോൾ ജിജി അത് തടയുന്നു. ഈ ഗോസ്റ്റ് നല്ലവനാണ്, ഈ പാവത്തിനെ കീറ്റോ ഫാമിലി കൊന്നു കളഞ്ഞതാണ്. ദെൻ ജിജി അവിടെ ഉള്ളതിൽ വെച്ച് ഏറ്റവും അവസാനമുള്ള വീട്ടിലേക്ക് പോകുന്നു. അവിടെയാണ് ഈവിലയുടെ ബോഡി ഉള്ളത്. ഇങ്ങനെ മോമോ താഴെ ഇറങ്ങി നോക്കുമ്പോൾ ഓരോ ഫ്ലോർ കഴിയും തോറും വീടിന്റെ പ്രായം കൂടി വരികയാണ്. ഇവിടെ ജിജി അവസാനത്തെ വീട്ടിലെത്തുന്നു. ഇങ്ങനെ ഡോറ് തുറന്ന് ജിജി നോക്കുമ്പോൾ അവിടെ പഴകിയ നിലയിൽ ഈവിലയുടെ ബോഡിയുണ്ട്. ഇത് കണ്ടതും ജിജി അവന്റെ യഥാർത്ഥ മുഖം ഓർക്കുന്നു. നീ ഇത്രയും കാലം ഇവിടെ തടവിലായിരുന്നു, എന്നിട്ടും നീ എന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ ശ്രമിച്ചു. ഇങ്ങനെ അതിന്റെ അടുത്ത് പോകുമ്പോൾ ടെർബുർഗാനി അതിന്റെ അടുത്ത് പോകരുത് എന്ന് പറയുന്നുണ്ട്. അതൊരു ഗോസ്റ്റ് ആണ്, അതിനെ വിശ്വസിക്കരുത്. ഇത് കേട്ട് ജിജി അങ്ങനെയല്ല, ഇവനും നമ്മളെപ്പോലെയാണ്, അവൻ ഒരുപാട് സഫർ ചെയ്തു. ഇങ്ങനെയിരിക്കെ പെട്ടെന്ന് സുചിനോക്കോ തന്റെ പവർ ഉപയോഗിച്ച് ഇലക്ട്രിക് വേവ്സ് പുറത്തു വിടുന്നു. ദെൻ എന്തോ വളരെ സ്റ്റിക്കി ആയിട്ടുള്ള സ്ലൈം പോലത്തെ ലിക്വിഡ് പുറത്തു വിടുന്നു. ഇത് കാരണം അവർക്ക് പുറത്തു വരാൻ സാധിക്കുന്നില്ല. ഇവിടെ ഒക്കാറുൻ ഒരു ഭാഗത്ത് തന്റെ ബോഡി മൂവ് ചെയ്യാൻ പറ്റാതെ പാരലൈസ്ഡായി കിടക്കുകയാണ്. മോമോ തന്റെ പവർ യൂസ് ചെയ്ത് രക്ഷപ്പെടാൻ നോക്കുന്നു. ഇങ്ങനെ ജിജിയെ നോക്കുമ്പോൾ ജിജിയെ ഈവിലായി കൺട്രോൾ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇപ്പൊ ജിജി കണ്ണു തുറക്കുമ്പോൾ ജിജി ഉള്ളത് ഈവിലയുടെ മുറിയിലാണ്. അവിടെ ഈവിലയെ കണ്ട് ജിജി അവനോട് സോറി പറയുന്നു. ഇത് കേട്ട് ആ കുട്ടി എനിക്ക് കളിക്കണം, എനിക്ക് ഒരുമിച്ച് കളിക്കണം. ഇത് കേട്ട് ജിജി അവനെ നോക്കി, അത്രയുള്ളൂ, എനിക്ക് കുറെ ടൈമുണ്ട്, നിനക്ക് ഏത് കളിയാ ഇഷ്ടം, ഞാൻ നിനക്ക് മതിയാവും വരെ കളിക്കാൻ തയ്യാറാണ്. ഇത് കണ്ട് ഈവിലായി ചിരിച്ചുകൊണ്ട് പറയുന്നു, അവസാനം നീ അത് പറഞ്ഞു. പെട്ടെന്ന് എന്തോ സ്ട്രിങ്സ് ഒക്കെ ജിജിയുടെ ശരീരത്തിൽ വരുന്നു. പെട്ടെന്ന് ജിജി തലയിൽ കൈവച്ച് അലറാൻ തുടങ്ങുന്നു. ഇത് കണ്ട് ഗ്രാനി, ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ അവനെ വിശ്വസിക്കരുതെന്ന്. തന്നെ അവർക്ക് വീണ്ടും ഷോക്ക് അടിക്കുന്നു. സുചിനോക്കോ അവരെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി അവരുടെ അടുത്തേക്ക് വരുന്നു. അങ്ങനെ സുചിനോക്കോ മോമയെ കഴിക്കാൻ പോകുമ്പോൾ ജിജി വന്ന് അതിനൊരു പവർഫുൾ പഞ്ച് കൊടുക്കുന്നു. എന്നിട്ടൊരു പവർഫുൾ കിക്ക് ചെയ്യുന്നു. അങ്ങനെ അവസാനം എനിക്ക് ഈ ബോഡിയുടെ കൺട്രോൾ ലഭിച്ചു. ഇനി എല്ലാ ഹ്യൂമൻസിനെയും കൊല്ലാൻ സമയമായി. ഇത് കണ്ട് മോമോ, ജിജി നിനക്ക് എന്ത് പറ്റി, ഇതാ ഈവിലയുടെ പവർ ആണോ? പെട്ടെന്ന് ജിജിയുടെ ബോഡിയിലെ ഈവിലായി മോമയെ അറ്റാക്ക് ചെയ്യുന്നു. മോമോ തന്റെ പവർ യൂസ് ചെയ്ത് അത് ബ്ലോക്ക് ചെയ്യുന്നു. ഇത് കണ്ട് അവൻ പറയുന്നു, ഓ നിനക്ക് നല്ല പവർ ഉണ്ടല്ലോ, നീ ഒരു യോക്കോയ് മോൺസ്റ്റർ അല്ലേ, നീ ഇപ്പോ ഹ്യൂമൻസിന്റെ അടിമയാണോ? ഇത് കേട്ട് ടെർബുർഗാനിക്ക് നല്ല രീതിക്ക് ദേഷ്യം വരുന്നുണ്ട്. ഇത് കണ്ട് മോമോ പറയുന്നുണ്ട്, ജിജി എത്രയും പെട്ടെന്ന് ഇതിൽ നിന്ന് വെളിയിൽ വാ. ഇത് കേട്ട് ഈവിലായി, നീ ആരോടാണ് സംസാരിക്കുന്നത്? ഈ വെസൽ ഇപ്പോൾ എന്റേതാണ്. ഞാൻ നിങ്ങൾ ഹ്യൂമൻസിന് എന്താണ് യഥാർത്ഥ നരകമെന്ന് കാണിച്ചു തരാം. ഇവിടെ സുചിനോക്കോ തന്റെ ഇലക്ട്രിക് ഷോക്ക് വീണ്ടും പുറത്തുവിടുന്നു. പെട്ടെന്ന് ഈവിലായി ഒരു ഷീൽഡ് ഉപയോഗിച്ച് അത് ബ്ലോക്ക് ചെയ്യുന്നു. ഈ ശപിക്കപ്പെട്ട വീട്ടിൽ ധാരാളം ആത്മാക്കളുണ്ട്. ദെൻ ഈവിലായി അവർ എല്ലാവരെയും ചേർത്ത് ഒരു ബോൾ ഉണ്ടാക്കുന്നു. എന്നിട്ട് അത് ഉപയോഗിച്ച് സുചിനോക്കെ അറ്റാക്ക് ചെയ്യുന്നു. ഇത് കാരണം സുചിനോക്കോ മണ്ണിനടിയിലൂടെ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. ഇവിടെ മോമോ ചോദിക്കുന്നു, ഈവിലായി എന്തിനാണ് ജിജിയുടെ ബോഡി കൺട്രോൾ ചെയ്തത്? ഇത് കേട്ട് ഗ്രാനി പറയുന്നു, നിനക്കിപ്പോഴും മനസ്സിലായില്ലേ സൈക്കോ എന്തുകൊണ്ടാണ് ഇവനെ കാണുമ്പോൾ ജീനിയസ് എന്ന് വിളിക്കുന്നതെന്ന്? കാരണം അവന്റെ അത്ര സ്ട്രോങ് സ്പിരിച്വൽ പവറുള്ള ആളുകളെ കണ്ടുപിടിക്കുക എന്നത് വളരെ പാടാണ്. ആൻഡ് അവന്റെ ഫിസിക്ക് വളരെ ഹൈ ആണ്. ഇതുകൊണ്ടാണ് ഈവിലായി അവനെ വെസലാക്കാൻ തീരുമാനിച്ചത്. അവന്റെ സ്ഥാനത്ത് ഞാനായിരുന്നുവെങ്കിലും ഞാനും ഇത് തന്നെയാണ് ചെയ്യുക. ഇത് കേട്ട് മോമോ, ഞങ്ങൾ സ്കൂളിൽ പഠിക്കുമ്പോൾ ജിജി വളരെ നോർമൽ ആയിരുന്നല്ലോ. ഇത് കേട്ട് ഗ്രാനി, എല്ലാവരുടെയും പവേഴ്സും ഡിഫറെന്റ് ടൈംസിലാണ് അവേക്കൺ ആവുക. ആൻഡ് നിന്റെ പവർ ഇപ്പോഴല്ലേ അവേക്കൺ ചെയ്തത്? ഇങ്ങനെ മോമോ ജിജിയെ നോക്കുമ്പോൾ ടെർബുർഗാനി പറയുന്നു, അവനിപ്പോ നിന്റെ ഫ്രണ്ട് അല്ല മോമോ, അതുകൊണ്ട് ഒരു ഫൈറ്റ് ചെയ്യാൻ റെഡി ആയിക്കോ. പെട്ടെന്ന് ഈവിലായി മോമയെ അറ്റാക്ക് ചെയ്യുന്നു. മോമോ അത് ബ്ലോക്ക് ചെയ്യുമ്പോൾ അവൻ വന്ന് മോമോക്ക് ഒരു പഞ്ച് കൊടുക്കുന്നു. ഇങ്ങനെ മോമോ നിൽക്കുമ്പോൾ ഈവിലായി മോമയെ അറ്റാക്ക് ചെയ്യാൻ പോകുമ്പോൾ പെട്ടെന്ന് ഒക്കാറും വന്ന് അത് ബ്ലോക്ക് ചെയ്യുന്നു. ഇത് കണ്ട് ഈവിലായി ഷോക്ക് ആവുന്നു. നിനക്ക് എത്ര ധൈര്യമുണ്ടെങ്കിൽ നീ മോമയെ അറ്റാക്ക് ചെയ്യും, നിന്നെ ഞാൻ വെറുതെ വിടില്ല. അങ്ങനെ ഈ സീനോട് കൂടി ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. സോ വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് അടുത്ത എപ്പിസോഡിൽ കാണാം. ബൈ.